ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ ഷുറൂത്തുസ് സല അല്ലേ, ബാബു ഷുറൂത്തുസ് സലയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ചില ഹദീസുകൾ ഇവിടെ വിശദീകരിച്ചു. ഇനി തുടർന്നുള്ള ഏതാനും ഹദീസുകൾ. അൻ ആമിർ ഇബ്നു റബീഅത റളിയല്ലാഹു അൻഹു കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ മുദ്ലിമ ഫഅശ്കലത് അലൈന القبلة فصلينا فلما طلعت الشمس إذا نحن صلينا إلى غير القبلة فنزلت فأينما تولوا فثم وجه الله. റവാഹു തുർമുദി വദഅഫഹു. റവാഹു തുർമുദി വദഅഫഹു. ഒന്നാമത്തെ ഹദീസ് ഖിബ്ലയുടെ വിഷയത്തിലാണ്. ഷുറൂത്ത് സലാത്തിലെ ഹദീസ് കൊണ്ടുവരാൻ കാരണം ഖിബ്ലയിലേക്ക് തിരിയുക എന്നുള്ളത് എന്താണ്, നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹദീസ് ഒന്ന് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു എന്നാണ് ഈ ഹദീസ് നിവേദനം. ആമിർ ഇബ്നു റബീഅ അദ്ദേഹം അൽ അൻസി, ബനു അനസ് അൽ അനസിയാണ്. ആമിർ ഇബ്നു റബീഅ കഅബ് ഇബ്നു മാലിക്, ആമിർ ഇബ്നു റബീഅ ഇബ്നു കഅബ് ഇബ്നു മാലിക് അൽ അൻസി, വിളിപ്പേര് അബു അബ്ദില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആമിർ ഇബ്നു റബീഅ. 2 ഹിജറ ചെയ്ത, ഹബ്ശീനയിലേക്കും മദീനയിലേക്കും ഹിജറ ചെയ്ത സാഹിബുൽ ഹിജറത്തൈൻ, 2 ഹിജറയുടെ വക്താവാണ് ആമിർ ഇബ്നു റബീഅ ഇബ്നു കഅബ് ഇബ്നു മാലിക് അബു അബ്ദില്ല അൽ അൻസി. ആമിർ ഇബ്നു റബീഅ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നതിൻ്റെ മുമ്പായിട്ടാണ് മരണപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ഹിജറയുടെ 35 അദ്ദേഹം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടിരുന്നത് ഫിത്നയുടെ ആളുകൾ നിമിത്തമാണല്ലോ. അങ്ങനെ ഈ ഫിത്നയുടെ ആളുകൾ ഖവാരിജുകൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞു, അങ്ങനെ മദീനയിൽ വിപ്ലവം ഉണ്ടാക്കി ആകെ പ്രശ്നമാക്കിയ സമയത്ത് അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ ദുആ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയണം, അല്ലാഹുമ്മ ഖിനിൽ ഫിത്ന ബിമാ തഖി ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുമ്മ ഖിനിൽ ഫിത്ന, അല്ലാഹുവേ നീ ഫിത്നയെ തൊട്ട് എന്നെ കാക്കണമേ, ബിമാ തഖി ബിഹി ഇബാദക സ്വാലിഹീൻ, നിൻ്റെ സാലിഹീങ്ങളായ ദാസന്മാരെ നീ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്ന് അദ്ദേഹം ദുആ ചെയ്ത് നിസ്കരിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ പറയാണ്, നേരം പുലരുന്നതിന് മുമ്പ് വാപ്പ മരണപ്പെട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് എന്നാണ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു വലിയ ഫിത്നയായിരുന്നു അന്ന്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഫിത്നൻ്റെ ഊക്ക് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആയായിരുന്നു അത് എന്നാണ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു തആല ഹിജ്റയുടെ 35 അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ മുദ്ലിമ. കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു. ഫീ ലൈലത്തിൻ മുദ്ലിമ, ഒരു ഇരുട്ടുള്ള രാത്രിയിൽ, ഇരുട്ടുമുറ്റിയ രാത്രിയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു. ഫഅശ്കലത് അലൈന അൽ ഖിബ്ല, ഫഅശ്കലത് അലൈന, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്കാൽ ഉണ്ടാക്കി. ആര്? അൽ ഖിബ്ല, ഖിബ്ല ഇഷ്കാൽ ഉണ്ടാക്കി പറഞ്ഞാൽ എന്താ, ഏത് ഭാഗത്തേക്കാണ് ഖിബ്ല എന്ന് ഇവരല്ല, ഖിബ്ല ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് എന്നുള്ളത് അറിയാതെ ഞങ്ങൾക്ക് ഇഷ്കാലുണ്ടായി. ഫഅശ്കലത് അലൈന അൽ ഖിബ്ലതു, ഖിബ്ല ഞങ്ങൾക്ക് ഇഷ്കാലുണ്ടാക്കി, ഏത് ഭാഗത്താണ് ഖിബ്ല എന്ന് തിരിച്ചറിയാതെ. അങ്ങനെ ഫസല്ലൈന, ഞങ്ങൾ നമസ്കരിച്ചു. ഫലമ്മ തലഅത്തി ശംസ്, സൂര്യൻ ഉദിച്ചപ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ, ഇദാ നഹ്നു സല്ലൈന ഇലാ ഗൈരിൽ ഖിബ്ല, ഇദാ നഹ്നു, അപ്പോൾ നഹ്നു സല്ലൈന ഞങ്ങൾ നമസ്കരിച്ചിരിക്കുന്നു, ഇലാ ഗൈരിൽ ഖിബ്ല, ഖിബ്ല അല്ലാത്തതിലേക്ക്, ഖിബ്ലയിലേക്കല്ല ഞങ്ങൾ നമസ്കരിച്ചിരിക്കുന്നത്. ഫനസലത്ത്, അപ്പോൾ അവതീർണമായി. അപ്പോൾ ഇവരെന്ത് ചെയ്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്, ഐച്ഛിക നിസ്കാരം. അവരെന്ത് ചെയ്ത്, രാത്രി നിസ്കരിച്ചതാണ് ഖിബ്ല അല്ലാത്ത ഭാഗത്തേക്ക്. അപ്പോൾ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവരെ അറിയിച്ച്
ഏതായാലും ഫനസലത്ത്, അപ്പോൾ അവതീർണമായി ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ. ഫഅൈനമാ തുവല്ലു, നിങ്ങൾ എങ്ങോട്ട് എവിടേക്ക് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാ, അള്ളാഹുവിൻ്റെ തിരുമുഖം അവിടെയാകുന്നു. സമ്മ എന്ന് പറഞ്ഞാൽ ഹുനാക്ക്, അവിടെ. ഫസമ്മ വജ്ഹുല്ലാ, അവിടെ അള്ളാഹുവിൻ്റെ മുഖമാകുന്നു. റവാഹു തുർമുദി, ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വദഅഫഹു, ഇമാം തുർമുദി ഹദീസിനെ ദഈഫ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് ദഈഫാണ് എന്നാണ് ഇമാം തുർമുദിയുടെ പക്ഷം. ആ ഹദീസിൽ അഷ്അസ് ഇബ്നു സഈദ് ഇബ്നു സിമാൻ എന്ന് പറയുന്ന റാവിയുണ്ട്. ആ റാവി ദുർബലനായ റാവിയാണ്. അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സാലിം എന്ന് പറഞ്ഞ മറ്റൊരു റാവി ദുർബലനായിട്ട് ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാരെ ഹദീസ് തീർത്തും ദുർബലം എന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ പറഞ്ഞത് ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട് എന്നാണ്. വേറെ റിവായത്തുകളുള്ളത് കാരണത്താൽ ഈ ഹദീസ് ഹസൻ്റെ ദറജയിലേക്ക് ഉയരും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഹദീസുകൾ ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ വന്നത് കാരണത്താൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, അഷ്അസ് ഇബ്നു സഈദ് ഇബ്നു സിമാൻ എന്ന് പറയുന്ന റാവി തീർത്തും ദുർബലനാണ്, അതുകൊണ്ട് ഹദീസ് അസ്വീകാര്യമാണ്. ഇമാം തുർമുദി വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം തുർമുദി അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഹദീസ് ബലപ്പെടുത്തിയ പണ്ഡിതന്മാർ അതിൽ നിന്ന് കുറേ മസലകൾ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒന്ന്, നിസ്കാരത്തിൽ കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഒരു കൂട്ടർ എന്ത് ചെയ്ത് കിബില അറിയാതെ നിസ്കരിച്ച്, കിബില അറിയില്ല പക്ഷേ കിബില അന്വേഷിച്ച്, പക്ഷേ കിബില അറിയാതെ അവർക്ക് നിസ്കരിക്കേണ്ടി വന്ന്. അങ്ങനെയുള്ളവരുടെ വിഷയത്തിലാണ് ഈ ഹദീസ്. പിന്നെയാണ് അവർക്ക് വ്യക്തമായി നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വ്യക്തമായി കിബിലയിലേക്കല്ല തിരിഞ്ഞ് നിസ്കരിച്ച് എങ്കിൽ അവരുടെ നിസ്കാരം എന്താണ്? അവരുടെ നിസ്കാരം സഹീഹാണ്. അവരുടെ വിഷയത്തിലാണ് ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ. അല്ലാതെ കിബിലയിലേക്കല്ലാതെ നിസ്കരിക്കാമെന്നുള്ളതിനല്ല തെളിവ്. ഒരു കൂട്ടർ കിബില അന്വേഷിച്ച്, ദിക്കറിയില്ല പക്ഷേ കിബില അന്വേഷിച്ച്, എന്നിട്ട് അവരെന്ത് ചെയ്ത് നിസ്കരിച്ച്, പിന്നെ വ്യക്തമായി കിബിലയിലേക്കല്ല എങ്കിൽ അവരുടെ നിസ്കാരം എന്താണ്? നിസ്കാരം സഹീഹാണ്. അള്ളാഹ്ക്ക് വജുഹ്, തിരുമുഖമുണ്ട് എന്നതിന് ഈ ഹദീസ്, ഈ ആയത്ത് തെളിവാണ്. അതാണ് ഒന്നാമത്തെ ഹദീസ്. അൻ ആമിർ ബിൻ റബിയാത്ത റളിയല്ലാഹു അൻഹു കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ മുത്ലിമത്തിൻ ഫഅശ്കലത് അലൈന القبلة فصلينا فلما طلعت الشمس إذا نحن صلينا إلى غير القبلة فنزلت فأينما تولوا فثم وجه الله. رواه الترمذي وضعفه. രണ്ടാമത്തെ ഹദീസ് وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما بين المشرق والمغرب قبلة. رواه الترمذي وقواه البخاري. وعن أبي هريرة رضي الله عنه, അബൂ ഹുറൈറയിൽ നിവേദനം. അബൂ ഹുറൈറ നമുക്ക് വന്ന റാവിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ഖിബ്ലയുണ്ട്, അല്ലെങ്കിൽ ഖിബ്ലയാണ്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖ് എന്ന് പറഞ്ഞാൽ എന്താ? മശ്രിഖ് ഉദയസ്ഥാനാണ്. ഉദയസ്ഥാനാകുമ്പോൾ കിഴക്ക്. മഗ്രിബ് അസ്തമയസ്ഥാനാണ്. അസ്തമയസ്ഥാനാകുമ്പോൾ പടിഞ്ഞാറ്. അപ്പം മാ ബൈനൽ മശ്രിഖ്, കിഴക്കിൻ്റെയും വൽ മഗ്രിബ്, പടിഞ്ഞാറിൻ്റെയും ഇടയിൽ ഖിബ്ലത്തുൻ, ഖിബ്ലയാകുന്നു എന്നാണ്. റവാഹു തുർമുദി, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു. വഖവ്വാഹുൽ ബുഖാരി, ഹദീസിനെ ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞത്? മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ല എന്ന് പറഞ്ഞാൽ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ഖിബ്ലയാണെന്ന് പറഞ്ഞാൽ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട്? എത്ര ഡിഗ്രിയാണ് മശ്രിഖ് മഗ്രിബ് അതിനിടയിൽ? 180 ഡിഗ്രി. അപ്പം മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലുള്ള 180 ഡിഗ്രി എന്താണ്? ഖിബ്ലയാണ് എന്നാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ മഷ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ കിബില എന്ന് പറഞ്ഞാൽ ഒരാൾ കാബയെ കാണാതെ കാബയിൽ നിന്ന് വിട്ടാണ്. കാബയിൽ കണ്ടാൽ കാബയിലേക്ക് തിരിയുക എന്നുള്ളതും കാബയുടെ നേരെയാകുക എന്നുള്ളതും ഷർത്താണ്. മനസ്സിലായില്ലേ? അതേസമയം കാബയിൽ നിന്ന് ഒരാൾ വിട്ടാണ് എങ്കിൽ, വിദൂരതയിലാണ് എങ്കിൽ, അത്തരക്കാർ കാബയുടെ മാർഗേണ തിരിഞ്ഞാൽ മതി, കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി, കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. മനസ്സിലല്ലേ? ഇപ്പോൾ നമ്മൾ കിഴക്കിലുള്ളവർ എവിടേക്ക് തിരിഞ്ഞാൽ മതി? പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. കാരണം പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത്? കാബ ഉള്ളത്. മനസ്സിലല്ലേ? അപ്പോൾ അവരുടെ വിഷയത്തിലാണ് പിന്നെ അവരുടെ വിഷയത്തിൽ, കിഴക്കുള്ളവരുടെ വിഷയത്തിലല്ല. ഇത് മദീനയിൽ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മദീനയിൽ വെച്ചിട്ടാണ് പറയുന്നത് മഷ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ എന്തുണ്ട്? കിബിലുണ്ട്. മദീന മക്കയുടെ ഏത് ഭാഗത്താ? മദീനയും മക്കയും ഇങ്ങനെയല്ലേ? അപ്പം മദീന, ഇത് മദീനൻ്റെ വടക്കാണ് അല്ലേ? മദീനൻ്റെ വടക്ക് അല്ല, അസ്തഗ്ഫിറുല്ലാഹ്, മദീനൻ്റെ വടക്കല്ല, മദീനൻ്റെ ജുനൂബ്, തെക്ക്. മദീനൻ്റെ ഇത് മദീന, ഇത് മദീന, മദീനൻ്റെ ജുനൂബാണിത്, തെക്ക്. ആ മദീനൻ്റെ വടക്ക് ഏതാ? വടക്ക് ഇങ്ങോട്ടാണ്. ശരി, ജുനൂബ്. മദീനൻ്റെ കിഴക്ക് ഇവിടെ അല്ലേ? ഇവിടെ വരിക. പടിഞ്ഞാറ് അല്ല, കിഴക്ക് പടിഞ്ഞാറ് ഈ ഭാഗത്ത് വരും. കിഴക്ക് ഈ ഭാഗത്ത്, പടിഞ്ഞാറ് ഈ ഭാഗത്ത്. ഇവിടെ വടക്ക്, ഇവിടെ ജുനൂബ്. ഇത് ഗർബ്, ഇത് ഷർക്ക്. മനസ്സിലായി? മദീനയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിക്കുക. മദീനയിൽ നിന്ന് ഒരാൾ തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടല്ലേ തിരിഞ്ഞ് നിസ്കരിക്കുക? മനസ്സിലായില്ലേ? മദീനയിൽ നിന്ന് ഒരാൾ തിരിഞ്ഞ് നിസ്കരിച്ച് ഇങ്ങോട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ചാൽ പറയുന്നത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ, ഖിബ്ലുണ്ട് അല്ലേ? അത് മദീനക്കാരുടെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ മദീനയെപ്പോലെ തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവർക്കൊക്കെ കിബില എന്താണ്? മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബാണ്. അതേസമയം ഒരാൾ ഇവിടെയാണ്, ഈ ഭാഗത്ത് ഈജിപ്തിലാണ് നോക്കുക. ഒരാൾ മിസ്രിയാണ് അല്ലെങ്കിൽ സുഡാനിയാണ്. സുഡാനിക്ക് എവിടെ കിബില? മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിലാണ്? അല്ല, സുഡാനിൻ്റെ കിബില എവിടെയാണ്? മാ ബൈനൽ ജുനൂബി വ ഷിമാൽ, ജുനൂബിൻ്റെയും ഷിമാലിൻ്റെ ഇടയിലാണ് കിബില. പറഞ്ഞത് മനസ്സിലാണില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി ഖിബ്ലത്തുൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ കിബിലയാണ്. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം? മദീനയുടെ സ്ഥിതി എങ്ങനെയാണ്? മദീനയുടെ സ്ഥിതി ചെയ്യണത് മക്കയെ അപേക്ഷിച്ചിടത്തോളം മക്കയുടെ വടക്ക് ഭാഗത്താണ്, മദീനയുടെ തെക്ക് ഭാഗത്താണ് ആരുള്ളത്? മക്ക ഉള്ളത്. അതുകൊണ്ട് തന്നെ വടക്കിൽ നിന്നൊരാൾ തെക്കിലേക്ക് നിന്നിട്ടുണ്ട് എങ്കിൽ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലാണ് അവൻ്റെ കിബില വരിക. മനസ്സിലായി? അതേസമയം ഒരാൾ മശ്രിഖിലാണ്, അല്ലെങ്കിൽ ഒരാൾ പിന്നെ മഗ്രിബിലാണ്, ഒരാൾ ഇന്ത്യയിലാണ്. ഇന്ത്യ ഇവിടെ കിഴക്ക് ഭാഗത്തല്ല, മക്കൻ്റെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ എങ്ങനെ പറയാം? മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ കിബിലുണ്ടെന്ന് പറയാം? അല്ല, ജുനൂബിൻ്റെയും ഷിമാലിൻ്റെയും വടക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയിൽ കിബിലുണ്ട് എന്നാണ് പറയാം. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹദീസ് ആരുടെ വിഷയത്തിലാണ്? മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ് ഖിബ്ലത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ അല്ല, മക്കയെ അപേക്ഷിച്ച് തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവർക്കാണ് മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ കിബില. എന്നാൽ മക്കയെ അപേക്ഷിച്ച് ആരാണ് കിഴക്കുള്ളത് അല്ലെങ്കിൽ ആരാണ് പടിഞ്ഞാറുള്ളത്, അവർക്ക് ജുനൂബിൻ്റെയും ഷിമാലിൻ്റെയും ഇടയിലാണെന്ത്? കിബില. മനസ്സിലായിട്ടില്ല? ഒരു തിരിയാത്ത സമസ്യ ആയിട്ടുണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായ? ഇല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ കിബിലയാണ്. ഇപ്പം പിന്നെ ഇങ്ങനെ നമ്മൾ വരച്ച് എന്താ, ഇത് പടിഞ്ഞാറ്. ഞാൻ അറബി അറിയണ എനിക്ക് എളുപ്പത്തിനായതുകൊണ്ടാണ്.
ഇത് കിഴക്ക്, ഇത് വടക്ക്, ഇത് തെക്ക്. കണ്ടാ മക്ക എവിടെ നിൽക്കുക? മനസ്സിലായോ? മക്കൻ്റെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറ് ഇവിടെ, കിഴക്ക് വടക്ക് അല്ലേ? മക്കൻ്റെ ഏത് ഭാഗത്താണ് മദീന ഉള്ളത്? മക്കയുടെ ഏത് ഭാഗത്താണ് മദീന? വടക്ക് ഭാഗത്താണ് മദീന ഉള്ളത്, വടക്ക് ഭാഗത്തുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് നിന്ന് നിസ്കരിക്കണ ഒരാളെ എങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിക്കുക? ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുക? മദീനൻ്റെ തെക്ക് ഭാഗത്തേക്കാണ് തിരിയുക. കാരണം ഇവിടെ അല്ലേ കഅബ ഉള്ളത്. അപ്പം മദീനയിൽ നിസ്കരിക്കണമെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിസ്കരിക്കുക അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മദീനക്കാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ സിറിയ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്. മനസ്സിലായല്ലേ? അപ്പോൾ കഅബയുടെ അടുത്ത് എത്തുമ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞാൽ നിസ്കരിക്കേണ്ടത്. പക്ഷേ കഅബയിൽ നിന്ന് ഒരാൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖിബ്ല ഏത് ഭാഗത്തേക്കാണ്? അവർ ഏത് ഭാഗത്തേക്കാണ് തിരിയേണ്ടത്? കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിലേക്കാണ് തിരിയേണ്ടത്. അതാ പറഞ്ഞത് മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. വടക്ക് ഭാഗത്ത് നിന്ന് നിസ്കരിക്കുന്നവർ കിഴക്ക് പടിഞ്ഞാറിനിടയിലാണ് അവരുടെ ഖിബ്ല. മനസ്സിലായല്ലേ? അത് വടക്കുന്ന് നിസ്കരിക്കുന്നവരുടെ മാത്രം വിഷയമല്ല, പിന്നെ തെക്കുന്ന് ഇങ്ങോട്ട് നിസ്കരിക്കണവനും അങ്ങനെ തന്നെയാണ്. അവൻ്റെ ഖിബ്ല ഏത് ഭാഗത്തായിരിക്കും? പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലായിരിക്കും. ഖലാസ് തയ്യും. ഒരാൾ ഇപ്പോൾ കിഴക്ക് ഇങ്ങനെ വന്ന് കഅബത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണത്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണത്. മനസ്സിലല്ലേ? അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിൽ ഖിബ്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. എവിടെ പറയേണ്ടത്? വടക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയിൽ അവർക്ക് ഖിബ്ല ഉണ്ട്. അവരെന്ത് ചെയ്യണം? അവർ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കണം. പക്ഷേ അവരുടെ ഖിബ്ല എത്രയുണ്ട്? ഖിബ്ല വടക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയിൽ എത്രയാണ് ദൂരം? അത്ര ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരാൾ പിന്നെ കിഴക്കിൽ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എന്ത് ചെയ്ത് പടിഞ്ഞാറ് ഇങ്ങനെ തെറ്റിപ്പോയി, നേരെ പടിഞ്ഞാറ് തിരിഞ്ഞതിന് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വടക്കിൻ്റെയും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിലൊക്കെ ഖിബ്ലയാണെന്ന് പറഞ്ഞ പോലെ തന്നെ അത് കിഴക്കുള്ളവരുടെ വിഷയത്തിൽ വടക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയിലൊക്കെ എന്താണ്? ഖിബ്ലയാണ്. മനസ്സിലായ? ഒരു ഉൾക്കൊള്ള ഒരു ഭൂമിശാസ്ത്രം. അത് 90 ഡിഗ്രി വരെ തെറ്റാന്ന്. ഇതുവരെ 90 ഡിഗ്രി ഇങ്ങോട്ടും 90 ഡിഗ്രി ഇങ്ങോട്ടും, അപ്പോൾ 180 ഡിഗ്രി. അപ്പോൾ ഇത് ഈ ഹദീസ് പിന്നെ ഇവരുടെ വിഷയത്തിലാണ്, തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്നവരുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹിന്റെ ഈ ഹദീസ്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ. റവാഹു തുർമുദി വഖവ്വാഹുൽ ബുഖാരി. ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഹദീസ് വാൻ ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു അൻഹു. ആമിർ ഇബ്നു റബിയയിൽ നിന്ന് നിവേദനം. ആമിർ ഇബ്നു റബിയ നമുക്ക് വന്ന റാവിയാണ്. ഈ റാവി തന്നെയാണിത്. ആമിർ ഇബ്നു റബിയ ഇബ്നു കഅബ് ഇബ്നു മാലിക് അൽ അൻസി. അദ്ദേഹത്തിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലാ റാഹിലതിഹി ഹൈസു തവജ്ജഹത് ബിഹി. മുത്തഫഖുൻ അലൈഹി. അദ്ദേഹം പറയാണ്, ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു ഞാൻ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യുസല്ലി നമസ്കരിക്കുന്നതായി. എവിടെ? അലാ റാഹിലതിഹി തൻ്റെ റാഹിലത്തിൽ. റാഹിലത്ത് എന്ന് പറഞ്ഞാൽ വാഹനപ്പുറം. തൻ്റെ റാഹിലത്തിൽ വാഹനപ്പുറത്ത്, തൻ്റെ വാഹനപ്പുറത്ത്. യുസല്ലി അലാ റാഹിലതിഹി ഹൈസു തവജ്ജഹത് ബിഹി. തവജ്ജഹ എന്ന് പറഞ്ഞാൽ തിരിയുക. ഹൈസു തവജ്ജഹത് ആ റാഹിലത്ത് വാഹനം തിരിഞ്ഞിടത്തേക്ക്. ബിഹി എന്ന് പറഞ്ഞാൽ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് തിരുനബിയുടെ റാഹിലത്ത് വാഹനം എവിടേക്കാണോ തിരിഞ്ഞത് ആ ഭാഗത്തേക്ക് റസൂലുള്ളാഹി നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി. ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു യുസല്ലി നമസ്കരിക്കുന്നത് അലാ റാഹിലതിഹി തൻ്റെ വാഹനപ്പുറത്ത് ഹൈസു തവജ്ജഹത് ബിഹി തിരുനബിയെയും കൊണ്ട് വാഹനം എവിടേക്കാണോ തിരിഞ്ഞത് ആ ഭാഗത്തേക്ക്.
മുത്തഫഖുൻ അലൈഹി. എന്തിനാ ഇപ്പോൾ ഈ ഹദീസ് ഷുറൂത്ത് സലാത്തിൽ കൊണ്ടുവന്ന് ഇബ്നു ഹജർ? അതായത് കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് ഷർത്താണ്. കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് എന്താണ്? ഷർത്താണ് നിസ്കാരത്തിന്. സുന്നത്തായാലും ഫർളായാലും കിബിലയിലേക്ക് തിരിഞ്ഞാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. പക്ഷേ യാത്രക്കാരന് എന്ത് ചെയ്യാം? വാഹനപ്പുറത്ത് നിസ്കരിക്കാം. വാഹനപ്പുറത്ത് നിസ്കരിക്കാം. വാഹനപ്പുറത്ത് നിസ്കരിക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ഫർള് നിസ്കാരം അങ്ങനെ ചെയ്യാറില്ലായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്ത് നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ നിസ്കാരം തുടങ്ങി ഒടുക്കം വരെ ഒരാൾ പിന്നെ കിബിലയിലേക്കല്ല നിസ്കരിക്കുന്നതെങ്കിലും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രശ്നമല്ല. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞ് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. പക്ഷേ ഒരാൾ യാത്രയിലാണ്. ആ യാത്രയിൽ അയാൾ തൻ്റെ വാഹനപ്പുറത്ത് വെച്ചിട്ട് ഐച്ഛികമായ സുന്നത്തായ നിസ്കാരം നിസ്കരിക്കുകയാണ് എങ്കിൽ അവിടെ കിബില ഷർത്തല്ല എന്നർത്ഥം. കിബില ഷർത്തല്ല. അതാണ് ഇവിടെ ഈ ഹദീസ് ഇതിൽ കൊണ്ടുവന്നതിലുള്ള യുക്തി, പൊരുൾ. ഇനി ഈ ഹദീസിൻ്റെ ചില റിവായത്തുകൾ വേറെ ഉണ്ട്. അതിൽ സാദൽ ബുഖാരിയോ കണ്ടോ, ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഏറെ ഉണ്ട്. സാദൽ ബുഖാരി, ബുഖാരി ഏറെ നൽകിയിട്ടുണ്ട്. എന്താണ്? യൂമി ഉ ബിറസിഹി, റസൂലുള്ള തൻ്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കും. യൂമി ഉ ആംഗ്യം കാണിക്കും, ബിറസിഹി തൻ്റെ തല കൊണ്ട്. യൂമി എന്ന് പറഞ്ഞാൽ യുഷീറു, യുഷീറു ബിറസിഹി തൻ്റെ തല കൊണ്ട് ആംഗ്യം കാണിക്കും. വലം യകുൻ യസ്നഉഹു ഫിൽ മക്തൂബ, വലം യകുൻ യസ്നഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. ഫിൽ മക്തൂബത്തി, ഫിൽ മക്തൂബ പറഞ്ഞാൽ ഫിൽ മഫ്റൂള, ഫറള് നമസ്കാരങ്ങളിൽ. മക്തൂബത്തായ എന്ന് പറഞ്ഞാൽ മഫ്റൂളത്തായ നമസ്കാരങ്ങളിൽ. വലം യകുൻ യസ്നഉഹു അഥവാ വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. ഫിൽ മക്തൂബത്തി ഫറള് നമസ്കാരങ്ങളിൽ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാം ഏത് നിസ്കാരം വാഹനപ്പുറത്ത് ഇങ്ങനെ പാടുള്ളൂ? സുന്നത്ത് നമസ്കാരമേ പാടുള്ളൂ. യാത്രക്കാരന് ഐച്ഛിക നമസ്കാരങ്ങൾ വാഹനപ്പുറത്ത് നിസ്കരിക്കാം, വാഹനം തിരിയുന്നിടത്തേക്ക് നിസ്കരിക്കാം. ഇനി അതിൻ്റെ വേറെ റിപ്പോർട്ടും കൂടി ഇവിടെ ഉണ്ട്. അതേതാ? വലി അബീ ദാവൂദ മിൻ ഹദീസി അനസിൻ, വലി അബീ ദാവൂദ്, അബൂ ദാവൂദ് നിവേദനം ചെയ്ത ഹദീസിലുണ്ട്. മിൻ ഹദീസി അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അബൂ ദാവൂദിൻ്റെ ഹദീസിലുണ്ട്. എന്താണുള്ളത്? വകാന ഇദാ സാഫറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയാൽ, വകാന ഇദാ സാഫറ യാത്ര പോയാൽ, ഫഅറാദ അൻ യതതവ്വ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫഅറാദ അൻ യതതവ്വ, യതതവ്വ എന്നാണ് സുന്നത്ത് നമസ്കാരം ഉദ്ദേശിക്കുക, സുന്നത്ത് നമസ്കരിക്കുക. അറാദ അൻ യതതവ്വ സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഇസ്തഖ്ബല ബിനാഖതിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒട്ടകത്തെയും കൊണ്ട് തിരിയും. അൽ ഖിബിലത, ഖിബിലയിലേക്ക്. ഇസ്തഖ്ബല ബിനാഖതിഹി തൻ്റെ ഒട്ടകത്തെ കൊണ്ട് തിരിയും, മുന്നിടും. അൽ ഖിബിലത, ഖിബിലയിലേക്ക്. ഇസ്തഖ്ബല ബിനാഖതിഹി അൽ ഖിബില. ഫക്കബ്ബറ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലും. തക്ബീർ എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം. ഫക്കബ്ബറ തക്ബീർ ചൊല്ലും, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും. സുമ്മ സല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കും. ഹൈസു കാന വജ്ഹു റികാബിഹി, ഹൈസു കാന വജ്ഹു റികാബിഹി, തൻ്റെ റികാബ് വാഹനത്തിൻ്റെ മുഖം എവിടേക്കാണോ അവിടേക്ക്. ഹൈസു കാന വജ്ഹു റികാബിഹി, തൻ്റെ വാഹനത്തിൻ്റെ മുഖം ഏത് ഭാഗത്തേക്കാണോ അവിടേക്ക്. വ ഇസ്നാദുഹു ഹസൻ, അബൂ ദാവൂദ് അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൻ്റെ സനദ് ഹസനാകുന്നു, കുറ്റമറ്റ പരമ്പരയാണ്, ഹസനാണ്. ഇബ്നു ഹജർ, നവവി ഇവരൊക്കെ അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു സക്കനും ഇബ്നുൽ മുലക്കനുമൊക്കെ അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് അത് പിന്നെ തെളിവിന് യോഗ്യമായ ഹദീസാണ്. അപ്പോൾ ഈ ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതിനേക്കാൾ കൂടുതലൊരു വിവരം ഇവിടെ ഉണ്ട്. അതെന്താ?
വക്കാന ഇതാ സാഫറ നബ്സല്ലാസ്ലമ തങ്ങൾ സഫർ ചെയ്താൽ ഫറാദായ തത്തവൾ സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഇസ്തഖ്ബല ബിനാഖത്ത് ഹിൽ കിബില. സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെ? തൻ്റെ നാഖത്തിനെ കൊണ്ട് റസൂലുള്ള കിബിലയിലേക്ക് മുന്നിടുകയും ഫക്കബ്ബറ തക്ബീർ ചൊല്ലുകയും ചെയ്യും. സുമ്മ സല്ല ഹൈസുഖാന വജുഹുരിക്കാബി. പിന്നെ വാഹനം ഏത് ഭാഗത്തേക്കാണോ, വാഹനത്തിൻ്റെ മുഖം അതിലേക്ക് റസൂലുള്ള നമസ്കരിക്കുന്നതാണ്. അപ്പോൾ അതിനെന്താ മനസ്സിലാക്കാനുള്ളത്? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ വിഷയത്തിൽ നിന്ന് വേറിട്ട്? സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്താകാം, വാഹനം പോകുന്നിടത്തേക്ക് നമുക്ക് നിസ്കരിക്കാം. പക്ഷേ തുടക്കം എങ്ങനെ ആയിരിക്കണം? തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കിബിലയിലേക്ക് തിരിഞ്ഞ് നിർവഹിച്ചതിന് ശേഷം പിന്നെ വാഹനം ഏത് ഭാഗത്താണ് പോണത് ആ ഭാഗത്തേക്കൊക്കെ നിസ്കരിക്കണതിന് പ്രശ്നമല്ല, കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഉണ്ടോ? ഇതാണ് ഇസ്തഖ്ബല ബിനാഖത്തിഹിൽ ഖിബ്ലത ഫകബ്ബറ സുമ്മ സല്ല ഹൈസുകാന വജുഹുരികാബിഹി. മനസ്സിലായോ? അപ്പോൾ സുന്നത്ത് നമസ്കാരം വാഹനപ്പുറത്ത് നിർവഹിക്കാം, വാഹനം തിരിയുന്നിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം, പ്രശ്നമല്ല. പക്ഷേ എന്തായിരിക്കണം? തക്ബീറത്തുൽ ഇഹ്റാം അത് ഖിബ്ലയിലേക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ഷർത്താക്കിയിട്ടില്ല. അതിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്കൊക്കെ തിരിഞ്ഞ് നിസ്കരിക്കാം എന്നുള്ളത് ഷർത്താക്കിയിട്ടില്ല. പിന്നെയോ ഖിബ്ലയിലേക്ക് തിരിയലും പിന്നെ നിസ്കാരമൊക്കെ പിന്നെ ഒരാൾ വാഹനം ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തായാൽ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ഹദീസ് അനസിൻ്റെ വിഷയത്തിലൊരു നദറുണ്ട്. ഹദീസ് അനസ് ഉണ്ടല്ലോ, അനസ് റളിയല്ലാഹു അൻഹുള്ള ഈ ഹദീസ് അഥവാ എന്താ അറിയിക്കുന്നത്? സുന്നത്ത് നിസ്കാരം വാഹനപ്പുറത്താകാം, പക്ഷേ കിബിലക്ക് തിരിഞ്ഞിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷമായിരിക്കണം എന്നുള്ളതുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനപ്പുറത്തുള്ള നമസ്കാരത്തെ വർണ്ണിച്ച ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ള കിബിലയിലേക്ക് തിരിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ വാഹനം പുറത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കണം, പക്ഷേ വാഹനം കിബിലയിലേക്കല്ല, അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് എന്ത് ചെയ്ത് നിസ്കരിച്ച്. തക്ബീറത്തുൽ ഇഹ്റാം കിബിലയിലേക്കല്ല, നിസ്കാരവും കിബിലയിലേക്കല്ല, വാഹനപ്പുറത്തുള്ള നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ശരിയാകും എന്നാണ് ഇബ്നുൽ ഖയ്യിമിൻ്റെ അഭിപ്രായം. അത് ഭൂരിപക്ഷ പണ്ഡിതന്മാരിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ചേർക്കപ്പെട്ടിട്ടുണ്ട് ആ അഭിപ്രായം. പിന്നെ ഈ ഹദീസ് ഈ അനസിൻ്റെ ഹദീസിനെ ബലപ്പെടുത്തിയവർ പറഞ്ഞത് ഉത്തമവും സുന്നത്തും എന്താ? തക്ബീറത്തുൽ ഇഹ്റാം കിബിലയിലേക്ക് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക്. അത് ഈ ഹദീസ് അനസിനെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട്. അതേസമയം ഷർത്തല്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതിലൊരു വശമുണ്ട്. റസൂലുള്ളാഹിൻ്റെ നിസ്കാരം വാഹനപ്പുറത്തുള്ള റസൂലുള്ളാഹിൻ്റെ നിസ്കാരം റിപ്പോർട്ട് ചെയ്ത റാവിമാരാരും റസൂലുള്ള വാഹനപ്പുറത്ത് വാഹനം പോകുന്നിടത്തേക്ക് നിസ്കരിച്ചു എന്നല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം കിബിലയിലേക്ക് തിരിഞ്ഞാക്കിയിട്ട് പിന്നെ വാഹനം പോകുന്നിടത്തേക്ക് നിസ്കരിച്ചു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരല്ലാതെ? അനസ് റളിയല്ലാഹു അൻഹു അല്ലാതെ. അതുകൊണ്ട് തന്നെ പിന്നെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസ് അത് സുന്നത്താണ് എന്ന് മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായ വിഷയം? മനസ്സിലായ? അതെ, ഫർള് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനപ്പുറത്ത് നിർബന്ധ സാഹചര്യങ്ങളിലെ അനുവദിച്ചിട്ടുള്ളൂ. വാഹനപ്പുറത്ത് നിർബന്ധ സാഹചര്യങ്ങൾ മനസ്സിലായില്ലേ? ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന. നിങ്ങൾ ഭയക്കുന്ന സന്ദർഭമാണ് എങ്കിൽ നിങ്ങൾ പിന്നെ വാഹനപ്പുറത്തോ കാൽനടയായിട്ടൊക്കെ നിസ്കരിച്ചോളിയും എന്ന് പറയല്ലേ. അത് ഫർള് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ തന്നെയാണ്. അത് നിർബന്ധ സാഹചര്യമാണ്. അപ്പോൾ ആ നിർബന്ധ സാഹചര്യത്തെ പിന്നെ പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്? ഫർള് നമസ്കാരത്തിന് ഇപ്പോൾ ഒരാൾ ഫ്ലൈറ്റിലാണ്, ഒരാൾ കപ്പലിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഉള്ളൊക്കെ അനിവാര്യ ഘട്ടങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളാണ് എങ്കിൽ ഫർള് നമസ്കാരം വാഹനപ്പുറത്താകാം എന്നുള്ളതല്ലാതെ പിന്നെ യാത്രക്കാരൻ്റെ വിഷയത്തിൽ എന്തില്ല? യാത്രക്കാരൻ്റെ വിഷയത്തിൽ ഐച്ഛിക നമസ്കാരത്തിന് ഇളവ് നൽകിയതുപോലെ ഫർള് നമസ്കാരത്തിന് ഇളവ് നൽകിയിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് ഫർള് നമസ്കാരത്തിൻ്റെ ഗൗരവവും പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. വസല്ലമ തങ്ങൾ ഫർള് നമസ്കാരം വാഹനപ്പുറത്ത് സമ്മതിച്ചിട്ടില്ല, നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ. അത് ഫർള് നമസ്കാരം അത് അതിൻ്റെ കൃത്യതയിൽ കണിശതയിൽ ഒരാൾ നിസ്കരിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ്. ഐച്ഛിക നമസ്കാരം റസൂലുള്ളാഹി വാഹനപ്പുറത്ത് സമ്മതിച്ച്. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഐച്ഛിക നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. കാരണം റസൂലുള്ളാഹി വാഹനപ്പുറത്തായാലും നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി നിസ്കരിക്കും ചെയ്ത്.
ഒട്ടകപ്പുറത്ത് മാത്രം റസൂൽ തൻ്റെ കഴുതപ്പുറത്ത് നിസ്കരിച്ചത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഐച്ഛിക നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ ഹദീസ് അറിയിക്കുന്നു. റസൂൽ ഇത് ഫർളിൻ്റെ വിഷയത്തിൽ ചെയ്യാറില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതറിയിക്കുന്നത് ഫർള് നമസ്കാരത്തിൻ്റെ ഗൗരവമാണ്. ഫർള് നമസ്കാരത്തിൻ്റെ ഗൗരവമാണ്. ഫർള് നമസ്കാരമാണ് എങ്കിൽ ഒരാൾ യാത്രയിലാണ് എങ്കിൽ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾക്ക് നിർബന്ധ സാഹചര്യം ഉണ്ടായി വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ കഴിയാതെ, മനസ്സിലായി, കപ്പലിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇങ്ങനെയൊക്കെ നിർബന്ധ സാഹചര്യമാണ് എങ്കിൽ അത്തരക്കാർക്ക് വാഹനപ്പുറത്ത് നിസ്കരിക്കാം. അതിനെ അനുവദിക്കുന്നത് നിർബന്ധ സാഹചര്യമാണ്, അനിവാര്യ ഘട്ടമാണ്. ഇതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി അടുത്ത ഹദീസ്. വഅൻ അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ, അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം റവാഹു തുർമുദി വലഹു ഇല്ലത്തുൻ. അസ്തഗ്ഫിറുല്ലാഹ്. തയ്യബ്. വഅൻ അബീ സഈദിനിൽ ഖുദ്രി, അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. അബൂ സഈദിനിൽ ഖുദ്രി നമുക്ക് വന്ന റാവിയാണ് അല്ലേ, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദിനിൽ ഖുദ്രി മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ. എന്താ അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ? ഇവിടെ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ, ഭൂമി മുഴുവൻ മസ്ജിദാണ്. എന്താ മസ്ജിദ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഇല്ലൽ മഖ്ബറത, എന്നാൽ മഖ്ബറയും വൽ ഹമ്മാം, ഹമ്മാം എന്ന് പറഞ്ഞാൽ കുളിപ്പുര, കുളിമുറിയും എന്തല്ല നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, മസ്ജിദല്ല. റവാഹു തുർമുദി വലഹു ഇല്ലത്തുൻ, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. വലഹു, ഈ ഹദീസിന് ഇല്ലത്തുൻ, ഒരു ഇല്ലത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഇല്ലത്ത് പറഞ്ഞാൽ എന്താ? ന്യൂനത, ദുർബലത. ഈ ഹദീസിന് എന്തിനാ ഇപ്പോൾ ഇബ്നു ഹജർ ഈ അധ്യായത്തിൽ കൊണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നുള്ള ഹദീസിൽ കൊണ്ടുവന്ന് എന്തിനാ ഇപ്പോൾ ഈ ഹദീസിനെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന്? നമസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും എന്തായിരിക്കണം? നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അത് ഷർത്താണ്. നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രവും ശരീരമൊക്കെ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ എന്ത് ചെയ്യട്ടെ, ഈ ഒരു ഹദീസിൻ്റെ വിഷയം വരുന്നുണ്ട്. ഇവിടെ അൽ അർദു കുല്ലുഹാ മസ്ജിദിൻ, ഭൂമി മുഴുവൻ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ലിയൽ അർദ മസ്ജിദൻ വ തഹൂറ, ഭൂമിയെ എനിക്ക് മസ്ജിദും തഹൂറാക്കിയിട്ടുണ്ട്, ശുദ്ധി ചെയ്യാനുള്ള വസ്തുവും അതേപോലെ തന്നെ നിസ്കരിക്കാനുള്ള സ്ഥലവുമാക്കിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് നബിമാർക്കൊന്നും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഭൂമിയിലെവിടെയും റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഭൂമിയിലെവിടെയും റസൂലുള്ളാഹിക്ക് ശുദ്ധി വരുത്തുകയും ചെയ്യാം എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് രണ്ട് സംഗതി ഇവിടെ വേർപ്പെടുത്താണ്. ഒന്ന് മഖ്ബറ, മറ്റൊന്ന് ഹമ്മാം. മഖ്ബറയും ഹമ്മാമും അതെന്തല്ല? മസ്ജിദല്ല, എന്തുമല്ല, പിന്നെ ഹമ്മാമും എന്തല്ല? മസ്ജിദല്ല. മഖ്ബറ എന്ന് പറഞ്ഞാൽ എന്താ? മഖ്ബറ എന്ന് പറഞ്ഞാൽ ഖബറുകൾ ഉള്ള സ്ഥലം, ഖബറുകളുള്ള സ്ഥലം. ഹമ്മാമോ കുളിസ്ഥലം. എന്തുകൊണ്ടാണ് മഖ്ബറയിൽ നിസ്കാരം വിരോധിച്ചത്? മഖ്ബറ മസ്ജിദല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഹമ്മാം മസ്ജിദല്ല എന്ന് പറഞ്ഞത്? ഹമ്മാം വ്യക്തമാണ്. എന്താ? ഹമ്മാം മദുന്നത്തുൻ നജസ്സാണ്. നജസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഹമ്മാം. കുളിപ്പുര നജസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ മാത്രമല്ല, ഹമ്മാമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ ഹുഷൂഷുകളെ കുറിച്ച് പറയും, ഇന്ന ഹാദിഹിൽ ഹുഷൂഷ് മുഹ്തദറ, മനുഷ്യന്മാർ വസ്ത്രം ഉരിയണ സ്ഥലമാണ് ഇത് ഹമ്മാം, അതേപോലെ തന്നെ ബാത്റൂമൊക്കെ. അപ്പോൾ അവിടെ പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹമ്മാമിൽ നിസ്കാരം പാടുള്ളതല്ല, ഹമ്മാമിൽ നിസ്കാരം പാടില്ല. നജസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നുള്ളതും അതിൽ പ്രധാനമാണ്. മഖ്ബറ മഖ്ബറയിൽ നിസ്കാരം മാനവിയായ നജസ്സിന് കാരണമാക്കും. മാനവിയായ നജസ്, ഹെസ്സിയായ നജസ്സുണ്ട്. ഹെസ്സിയായ നജസ്സാണ് കാഷ്ടം, മൂത്രമൊക്കെ.
മാനവിയായ നജസ്സാണ് ഷിർക്ക്. മനസ്സിലായി? അപ്പം മാനവിയായ നജസ്സിനെ ഉണ്ടാക്കും എവിടെ? മക്ബറയിലുള്ള നിസ്കാരം. ഷിർക്കിനെ ഉണ്ടാക്കും എന്നർത്ഥം. ഷിർക്കിന് വസീലയാകും മക്ബറയിൽ നിസ്കാരം. അപ്പോൾ ഹമ്മാമിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം ഹമ്മാമിൽ നജസ് ഉണ്ടാകും എന്നതിനാലാണ്. മക്ബറയിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം നിസ്കാരം നജസിനെ ഉണ്ടാക്കും എന്നത് കാരണത്താലാണ്. പറഞ്ഞത് മനസ്സിലായില്ല? മക്ബറയിലുള്ള നിസ്കാരം നജസിനെ ഉണ്ടാക്കും. ഏത് നജസിനെ? ഷിർക്കാകുന്ന നജസിനെ. മക്ബറയിൽ നജസ് ഉള്ളത് കൊണ്ടല്ല നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത്. മക്ബറയിൽ മുസ്ലിമീങ്ങൾ ഹയ്യായാലും മയ്യത്തായാലും എന്തല്ല? നജസല്ല. മുസ്ലിമീങ്ങൾ ഹയ്യായാലും മയ്യത്തായാലും എന്തല്ല? മുസ്ലിം നജസല്ല. അതുകൊണ്ട് തന്നെ മക്ബറയിൽ നിസ്കരിച്ചാൽ മക്ബറ നജസാണെന്നുള്ളത് കൊണ്ടല്ല, ഒരിക്കലും മക്ബറ നജസല്ല. അതേസമയം മക്ബറയിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം അത് മാനവിയായ നജാസത്ത് ഷിർക്കിന് കാരണാക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പണ്ട് കാലത്തും പിൽക്കാലത്തുമൊക്കെ ഷിർക്ക് കടന്നു വന്നത് എവിടുന്നാ? കടന്നു വന്നത് മക്ബറയിൽ നിന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഷിർക്ക് കടന്നു വന്നത് എവിടുന്നാ? മക്ബറയിൽ നിന്നാണ്. മനസ്സിലല്ലേ? അപ്പം മക്ബറയിൽ നിസ്കാരം അത് ഖബറിനെ തഅ്ളീം ചെയ്യാൻ കാരണമാകും. ഖബറിനെ പിന്നെ ആരാധന രൂപത്തിൽ ആദരിക്കുവാൻ കാരണമാകും. അത് ഷിർക്കിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് മക്ബറയിലുള്ള നിസ്കാരം വിരോധിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചില്ലേ? മരിക്കണ വേളയിൽ വരെ ശപിച്ചു. ഇഷ്തദ്ദ ഗദബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ്. നബിമാരുടെ മക്ബറകളെ മസ്ജിദുകളാക്കി, പ്രാർത്ഥനാ സ്ഥലങ്ങളാക്കി സ്വീകരിച്ചവരെ നേരെ അള്ളാഹുവിൻ്റെ കോപം കഠിനമായി. ജൂത ക്രൈസ്തവരെ ലാനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ്. ജൂതന്മാരുടെയും നസാറാക്കളുടെയും മേൽ അള്ളാഹിൻ്റെ ശാപമുണ്ടാകട്ടെ, അവർ നബിമാരുടെ മക്ബറകളെ മസ്ജിദുകളാക്കി മാറ്റി. അത് വിരോധിക്കാൻ കാരണതാണ്. പിന്നെ ഖബറുകൾ ആരാധിക്കുന്നിടത്തേക്ക് അതെത്തിക്കും എന്നുള്ളത് കാരണത്താൽ. മക്ബറ ഒരിക്കലും ആരാധനാലയാക്കാൻ പാടുള്ളതല്ല. മക്ബറിൻ്റെ പുറത്താണ് പള്ളി കെട്ടേണ്ടത്. മക്ബറിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജറ വന്നപ്പോൾ ആദ്യമായിട്ട് ചെയ്തത് എന്താ? ബനൂ നജ്ജാർ ഗോത്രക്കാരിൽ 2 യതീമുകളുടെ സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്ത് വിലക്ക് വാങ്ങിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കുക ചെയ്തത്. അതിൽ ഖബറുണ്ടായിരുന്നു. ആ ഖബർ മാന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്? അവിടെ പള്ളി ഉണ്ടാക്കിയത്. മനസ്സിലായില്ല? അപ്പോൾ ഖബർ പിന്നെ ഒരിക്കലും അതിൻ്റെ മുകളിലുണ്ടാക്കാനും അതേപോലെ തന്നെ പാടുള്ളതല്ല. അങ്ങനെ സ്ഥലമില്ല എങ്കിൽ ഖബർ ഒഴിവാക്കിയിട്ട് പിന്നെ പള്ളി ഉണ്ടാക്കുക വേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. സൈഡിലാണെങ്കിലൊക്കെ പള്ളീൻ്റെ മതിലിന് പുറത്താണ് ഖബറുകളെങ്കിലും വിഷയമല്ല. പള്ളിൻ്റെ അതിരിന് പുറത്തായിരിക്കണം ഖബറുകൾ. അത് മുന്നിൽ വരാമെന്നത് സൂക്ഷിക്കണം. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തി നിസ്കരിക്കണം, അല്ലെങ്കിൽ അനസ് നിസ്കരിക്കണം, അതൊരു വ്യക്തി കാണുകയാണ്. അപ്പോൾ മുന്നിൽ ഖബറാണ്. അപ്പോൾ അൽ ഖബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിരോധിക്കുകയാണ് ചെയ്യുന്നത്. നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വിലക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? അതൊക്കെ പിന്നെ ഈ ഖബറിടം എന്ത് ചെയ്യും? പെട്ടെന്ന് പിന്നെ അത് മനുഷ്യന്മാരെ പിന്നെ ഷിർക്കിലേക്ക്, തെറ്റിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ടാണ്. അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം. റവാഹു തുർമദി വലഹു ഇല്ലത്തുൻ എന്ന് പറയാൻ കാരണം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ പിന്നെ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് സഹീഹാണ്. പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പിന്നെ ഇതിന് കുറേ സനദുകൾ ഉള്ളതുകൊണ്ട് ഈ ഹദീസ് സഹീഹാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി ഒക്കെ ഈ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഇല്ലത്തുണ്ടെന്ന് പറയാൻ കാരണം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇബ്നു ഹജറൊക്കെ പറഞ്ഞത് ഇതിൻ്റെ സനദിൽ ഇൽത്തിറാബുണ്ട് എന്നൊക്കെയാണ്. കാരണം ഇത് ഹമ്മാദ് ഇബ്നു സലമ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ മൗസൂലായിട്ടും, സുഫിയാൻ സൗരി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ പിന്നെ മുർസലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സുഫിയാൻ സൗരിൻ്റെ റിപ്പോർട്ടിനെ പലരും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ വലഹു ഇല്ലത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബലപ്പെട്ടതല്ല, ഹദീസ് സഹീഹാണ്. അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം. ഇനി ഇതിൽ മറ്റൊരു ഹദീസ്. وعن ابن عمر رضي الله عنهما
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ യുസല്ലിയ ഫി സബ്ഇ മവാത്തിൻ അൽ മസ്ബലത്തി വൽ മജ്സറത്തി വൽ മഖ്ബറത്തി വഖാരിഅത്തി ത്വരീഖി വൽ ഹമ്മാമി വമആത്തിനിൽ ഇബ്ലി വഫൗഖ ദഹ്രി ബൈത്തില്ലാഹി തആല. വാൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ വിരോധിച്ചു, ഐ യുസല്ലിയ നമസ്കരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നത് വിരോധിച്ചു. ഫി സബ്ഇ മവാത്തിൻ 7 സ്ഥലങ്ങളിൽ. സബ്ഇ മവാത്തിൻ, ചില ഇതിലുള്ളത് സബ്അത്തി എന്നാണ്. സബ്അത്തി മവാത്തിൻ രണ്ടും ശരിയല്ലേ? എന്താ നിങ്ങൾ പറയണേ? നഹവ് പഠിച്ചോല് പറയും. അതായത് പിന്നെ സലാസത്ത് മുതൽ അഷറത്ത് വരെ, 3 മുതൽ 10 വരെ എണ്ണത്തിലുണ്ടല്ലോ. സലാസ മുതൽ അഷറത്ത് വരെ എണ്ണ ഉണ്ടല്ലോ. സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ്, അഷറ, ഇതുവരെയുള്ള അറബി എണ്ണത്തിൽ അതത് മുഅന്നസാണെങ്കിൽ, സ്ത്രീലിംഗാണ് എങ്കിൽ മഅദൂദ് എന്തായിരിക്കും? മുദക്കറായിരിക്കും. മഅദൂദ് മുഅന്നസാണ് എങ്കിൽ അതത് മുദക്കറായിരിക്കും. ഇപ്പോൾ പിന്നെ 7 ആൺമക്കൾ എന്നെങ്ങനെ പറയാം? 7 ആൺമക്കൾ എന്ന് പറയൽ സബഅത്തു അബ്നാ എന്നാണ്. അബ്നാ എന്നുള്ളത് എന്താണ്? അബ്നാ മുദക്കറാണ്. അബ്നാ മുദക്കറായതുകൊണ്ട് സബഅത്ത് എന്നുള്ളത് എന്തായി? മുഅന്നസായി. ഇനി 7 പെൺമക്കൾ എന്നുള്ളത് എങ്ങനെ പറയാം? സബഉ ബനാത്ത് എന്നാണ്. സബഉ ബനാത്ത്. അപ്പോൾ ബനാത്ത് എന്നുള്ളത് മഅദൂദ്, അത് മുഅന്നസാണ്. അപ്പോൾ അതത് എന്താണ്? അതത് മുദക്കറാണ്. മനസ്സിലല്ലേ? അപ്പോൾ സബഅത്തു മവാത്തിൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളത് സബഉ മവാത്തിൻ എന്നാണ്. രണ്ടും ശരിയാണ്. എന്തുകൊണ്ട്? മൗത്തിൻ എന്നും പറയും, മൗത്തിനത്ത് എന്നും പറയും. മൗത്തിൻ എന്നും ഇതിനെന്തുണ്ട്? മുഫ്രദുണ്ട്. മൗത്തിനത്ത് എന്നും എന്തുണ്ട്? മുഫ്രദുണ്ട്. അപ്പോൾ മൗത്തിൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നർത്ഥം, മൗത്തിനത്ത് എന്ന് പറഞ്ഞാലും സ്ഥലം എന്നർത്ഥം. രണ്ടും മുഫ്രദുണ്ട്. അപ്പോൾ മൗത്തിൻ്റെ ജംഉം മവാത്തിനാണ്, മൗത്തിനത്തിൻ്റെ ജംഉ എന്താണ്? മവാത്തിനാണ്. അതായത് ഈ രണ്ടിൻ്റെ മൗത്തിൻ, മൗത്തിനത്ത്, ഇതിൻ്റെ രണ്ടിൻ്റെ ജംഉ എന്താണ്? മവാത്തിനാണ്. അതുകൊണ്ട് തന്നെ സബഅത്ത് മവാത്തിൻ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ജംഉ? മൗത്തിനിൻ്റെ ജംആണ്. സബഇ മവാത്തിൻ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ജംആണ്? മൗത്തിനത്തിൻ്റെ ജംആണ്. പറഞ്ഞത് മനസ്സിലായോ? വ്യാകരണം മനസ്സിലായിട്ടില്ല കൊണ്ട് ചില മനസ്സിലായ? അതായത് മവാത്തിൻ എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഏകവചനം മൗത്തിനുമാകും മൗത്തിനത്തുമാകും. മനസ്സിലായി? മൗത്തിനിൻ്റേതാണ് മവാത്തിനെങ്കിൽ സബഅത്തി മവാത്തിൻ, അതല്ല മൗത്തിനത്തിൻ്റെ ജംആണ് എങ്കിൽ സബഅ മവാത്തിൻ. ആവിഷ്കാരം തയ്യിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നത് വിരോധിച്ചു. നഹ അൻ യുസല്ലിയ ഫി സബ്ഇ മവാത്തിൻ. 1 അൽ മസ്ബല. മസ്ബല ഏഷ്? മസ്ബല എന്ന് പറഞ്ഞാൽ ജബാല എറിയുന്ന സ്ഥലം, വേസ്റ്റ് എറിയുന്ന സ്ഥലം. എന്താ ഇതിന് പറയാം മലയാളത്തിൽ? ചീഞ്ഞളിഞ്ഞൊക്കെ അറിയില്ലേ? കുപ്പ. കുപ്പ കുപ്പ എറിയുന്ന സ്ഥലം മസ്ബല. അക്രമക്കുമുല്ലാഹ്. വൽ മജ്സറ. മജ്സറ അറവുശാല, മജ്സറ. വൽ മഖ്ബറ. മഖ്ബറ ഖബറുകളുള്ള സ്ഥലം. വഖാരിഅത്തി ത്വരീഖ്. ഖാരിഅത്തി ത്വരീഖ്. ഖാരിഅത്തി ത്വരീഖ് എന്ന് പറഞ്ഞാൽ നടുവഴി. ഖാരിഅത്തി ത്വരീഖ് എന്ന് പറഞ്ഞാൽ നടുവഴി. വൽ ഹമ്മാം. ഹമ്മാം കുളിമുറി. വ മആത്തിനിൽ ഇബിൽ. മആത്തിനിൽ ഇബിൽ ഒട്ടകത്തിൻ്റെ ആല. ഒട്ടകത്തിൻ്റെ ആല, ഒട്ടകത്തിനെ കെട്ടിയിടുന്ന സ്ഥലമല്ലേ ഒട്ടകത്തിൻ്റെ ആല. മആത്തിനിൽ ഇബിൽ. വഫൗഖ ദഹ്രി ബൈത്തില്ലാഹി തആല. വഫൗഖ ദഹ്രി ബൈത്തില്ലാഹി തആല. അള്ളാഹുവിൻ്റെ ബൈത്ത് എന്നാണ് കഅബ. ബൈത്തുല്ലാഹ് എന്ന കഅബ. കഅബത്തിൻ്റെ
ആ മുതുകിൽ ഫൗക്ക ദഹരി ബൈത്തില എന്ന് പറഞ്ഞാൽ ബൈത്തിലായി താല അള്ളാഹുവിൻ്റെ ബൈത്ത് എന്ന് പറഞ്ഞാൽ കാബത്തിൻ്റെ ദഹറിന് മുകളിൽ, കാബത്തിൻ്റെ മുകളിൽ എന്നർത്ഥം. കാബത്തിൻ്റെ മുകളിൽ, കാബത്തിൻ്റെ മേൽക്കൂരക്ക് മുകളിൽ. ഇത് റവാഹു തുർമുദി അല്ലേ? റവാഹു തുർമുദി വദഅഫഹു അല്ലേ? അല്ലേ? വദഅഫഹു. തയ്യിബ്. ഫൗക ദഹരി ബൈത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ബൈത്ത് അഥവാ കാബം അതിൻ്റെ ദഹറിന് മുകളിൽ, അതിൻ്റെ മേൽക്കൂരക്ക് മുകളിൽ. അപ്പോൾ 7 സ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ഒന്ന് മസ്ബല, മറ്റൊന്ന് മജ്സറ, പിന്നൊന്ന് മഖ്ബറ, പിന്നൊന്ന് ഖാരിഅത്തി ത്വരീഖ്, പിന്നൊന്ന് ഹമ്മാം, പിന്നെ മആത്തുനിൽ ഇബിൽ, പിന്നെ ഫൗക ദഹരി ബൈത്തില്ലാഹി തആല കാബത്തിൻ്റെ മീതെ മുകളിൽ. റവാഹു തുർമുദി, ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. വദഅഫഹു, ഈ ഹദീസിനെ ഇമാം തുർമുദി ദഈഫാക്കിയിട്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് ദഈഫാണ്. ഈ ഹദീസ് ദഈഫാണ്. കാരണം സെയ്ദ് ബിനു ജബീറ എന്നൊരു റാവി അതിൽ ദുർബല റാവിയാണ്. അയാൾ തീർത്തും ദുർബലനാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ദുർബലാണ്. പക്ഷേ ഈ ഹദീസ് എന്തേ അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ പറയാതെ ആ വിഷയം പറയാം. ഈ ഹദീസ് ദുർബലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹദീസ് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ പറയപ്പെട്ട ചില സ്ഥലങ്ങൾ വേറെ ഹദീസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കാൻ പാടില്ല എന്ന് വന്നിട്ടുണ്ട്. ഏതുപോലെ? ഇപ്പം മക്ബറിൻ്റെ വിഷയത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. മക്ബറയിൽ നിസ്കരിക്കാൻ പാടില്ല, ഹമ്മാമിൽ നിസ്കരിക്കാൻ പാടില്ല. കാരണം ഈ ഹദീസ് മുമ്പത്തെ ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. പിന്നെ ഒട്ടകക്കൂട്ടിൽ നിസ്കരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒട്ടകക്കൂട്ടിൽ നിസ്കരിക്കരുത് എന്ന്. അതിൽ സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ മസ്ബലയിൽ നിസ്കരിക്കാൻ പറ്റുമോ? മസ്ബലയിൽ നിസ്കരിക്കാൻ പറ്റൂല. കാരണം മസ്ബല വേസ്റ്റ് എറിയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ മദിനത്തു നജസ്. ഹമ്മാമിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതേ വിഷയം എവിടെയുണ്ട്? മസ്ബലയിലുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ മജ്സറയിൽ നിസ്കരിക്കാൻ പറ്റുമോ? മജ്സറ എന്ന് പറഞ്ഞാൽ കശാപ്പ് ശാലയാണ്, അറവ് ശാല. കാരണം എന്താ? അവിടെ നിസ്കരിക്കാൻ പറയാൻ കാരണം കാരണം ദമ്മും മസ്ഫൂഹ് ഉണ്ടല്ല, ചിന്തപ്പെട്ട രക്തം നജസാണ്. ദമ്മും മസ്ഫൂഹ് ചിന്തപ്പെട്ട രക്തം നജസാണ്. അതുകൊണ്ട് തന്നെ രക്തം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ മജ്സറ. അതുകൊണ്ട് മജ്സറയിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല അവിടെ, കാരണം അവിടെ നജസ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട്. എന്നാൽ കാബത്തിന് മുകളിൽ ഒരാൾ വഴിയിൽ നിസ്കരിച്ച്, കാബത്തിന് മുകളിൽ നിസ്കരിച്ച്, അയാളുടെ നിസ്കാരം സഹിയാണ്. കാരണം ഈ വിഷയത്തിൽ ആ ഹദീസ് എന്തല്ല, ഹദീസ് പിന്നെ ഈ മസ്അല സ്ഥാപിക്കാൻ ബലപ്പെട്ടതല്ല. ഷാഫിഈകൾ, അതേപോലെ തന്നെ ഹനഫികൾ, മാലിക്കികൾ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഇവരുൾപ്പെടുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ കാബത്തിന് മുകളിൽ അതേപോലെ തന്നെ വഴിയിൽ നിസ്കരിച്ച നിസ്കാരം സഹിയാകുന്നതാണ്. മാത്രമല്ല പിന്നെ മക്ബറയെയും ഹമ്മാമിനെയും മആത്തിനിലിബിൽ, മക്ബറ, ഹമ്മാമ്, മആത്തിനിലിബിൽ ഇവിടങ്ങളിൽ നിസ്കരിച്ചാൽ ശരിയാകൂല എന്നാണ് ആര് പറഞ്ഞത്? മാത്രമേ ശരിയാകൂല എന്നാണ് ഷാഫിഈകൾ, ഹനഫികൾ, മാലിക്കികൾ പറഞ്ഞത്, ഭൂരിപക്ഷം പണ്ഡിതന്മാർ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാകും എന്നുള്ളിടത്താണ് പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുള്ളത്. പക്ഷേ പിന്നെ മസ്ബലയുടെയും മജ്സറയുടെയും വിഷയത്തിൽ അവിടെ നജസിന് സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നിസ്കാരം സഹിയാകൂല എന്നുള്ള അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത് പരിഗണനീയാണ്. ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത ഹംബലി ഫുഖഹാക്കളിൽ പലരും ഈ 7 സ്ഥലങ്ങളിൽ നിസ്കാരം സാധുവാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് അവരുടെ അഭിപ്രായത്തെ ബലപ്പെടുത്താൻ ഈ ഹദീസ് യോഗ്യമല്ല, ഹദീസ് ദുർബലാണ്. അതുകൊണ്ട് തന്നെ കാബത്തിന് ഉള്ളിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുന്നത് പോലെ തന്നെ കാബത്തിൻ്റെ മുകളിൽ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും. അത് സുന്നത്ത് നിസ്കരിച്ചാലും ഫർദ് നിസ്കരിച്ചാലും.
അതേപോലെ തന്നെ കാര്യത്തെ തരിക, വഴിയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചാലും ഫർദ് നിസ്കരിച്ചാലും ശരിയാവും. ഇവിടെ ഒരു മസ്അല മക്ബറൻ്റെ വിഷയമാണ്. മക്ബറയിൽ നിസ്കാരം പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം മക്ബറയിൽ വിലക്കി. കാരണം എന്താ, അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മക്ബറത വൽ ഹമ്മ. പക്ഷെ മക്ബറയിൽ ജനാസ നിസ്കാരം അതിനൊഴിവാണ്, ഇതിന്നൊഴിവാണ്. എന്തുകൊണ്ട്? മക്ബറയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. ഖബറിൻ്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ട്. പള്ളി അടിച്ചു വാരിയിരുന്നൊരു സ്ത്രീ മരിച്ചപ്പോൾ, അതേപോലെ തന്നെ പള്ളി ശുദ്ധിയാക്കിയിരുന്ന ഒരു വ്യക്തി മരിച്ചപ്പോൾ റസൂലുള്ളാഹി അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. അവർ മറമാടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് മക്ബറയിൽ നിസ്കാരം പാടുള്ളതല്ല മൊത്തത്തിൽ. അതിൽ നിന്ന് ഏതൊഴിവാണ്? ജനാസ നിസ്കാരം ഒഴിവാണ്. ജനാസ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു ദുആയാണ് യഥാർത്ഥത്തിൽ. അതിലെന്തില്ല? റുക്കൂഇല്ല, സുജൂദില്ല, ഇങ്ങനെ കുനിയലും ഉയരലും ഇതൊന്നുമില്ല. അത് കാരണത്താൽ തന്നെ ജനാസ നമസ്കാരം മക്ബറയിൽ നിസ്കരിക്കാം. വിരോധിക്കപ്പെട്ടതിൽ നിന്ന് അത് ഒഴിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് കാരണത്താൽ. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. തെളിവുകൾ അറിയിക്കുന്നത് ആര് നിസ്കരിക്കുന്നു അയാളും ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു അയാളും സമകാലീനരാവുക എന്നുള്ളതാണ്. സമകാലീനരാണ് എങ്കിൽ നിസ്കരിക്കാവുന്നതാണ്. ചിലരിങ്ങനെ അടുത്ത് മരിച്ചയാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നല്ല ഒരു മാനദണ്ഡം സമകാലീനരാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമകാലീനരായിട്ട് ഇവർക്കാണ് നിസ്കരിച്ചിട്ടുള്ളത്. അതേസമയം റസൂലുള്ളാഹിന് മുമ്പ് മരണപ്പെട്ട് പോയവർക്കൊന്നും റസൂലുള്ളാഹി ദൈവത്തില്ല നിസ്കരിച്ചില്ല. അപ്പോൾ സമകാലീനനായ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം എന്നുള്ളത് അറിയിക്കുന്നു. ഇനി അടുത്ത ഈ അവസാനത്തെ ഹദീസ്. وعن أبي مرثد الغنوي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لا تصلوا إلى القبور ولا تجلسوا عليها رواه مسلم. عن أبي مرثد الغنوي, أبو مرثد الغنوي رضي الله عنه റിപ്പോർട്ട്. അബൂ മർസദ് അൽ ഗനവി. അബൂ മർസദ് ഉൽ ഗനവി അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ മർസദ്. അദ്ദേഹത്തിൻ്റെ പേര് ഖറാസ് ഇബ്നുൽ ഹുസൈൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖറാസ് ഇബ്നുൽ ഹുസൈൻ സ്വാദ് ഖറാസ് ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഈ അബൂ മർസദുൽ ഗനവി അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. മകൻ്റെ പേര് മർസദാണ്. മർസദ്, അബൂ മർസദുൽ ഗനവിയും മകൻ മർസദ് ഇവർ രണ്ടാളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരാണ്. രണ്ടാളും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അബൂ മർസദും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊഴമനുസരിച്ചായിരുന്നു ബദറിലേക്ക് ആളുകളെ കൊണ്ടുപോയത്. ഊഴമനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഒട്ടകപ്പുറത്ത് 3 ആൾ മാറി കയറിയിട്ട്, മനസ്സിലായില്ലേ? അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും മർസദ് ഇബ്നു അബി മർസദും ഒരൊട്ടകപ്പുറത്തായിരുന്നു ബദറിലേക്ക് പോയിരുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായ? ആ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, എല്ലാവർക്കും ഒട്ടകമല്ല, ഓരോരുത്തർ 3 ആൾക്ക് വീതം ഒരൊട്ടകമാണ്. അപ്പോൾ ബദറിലേക്ക് പോകുമ്പോൾ ഒരാൾ ആദ്യം കയറും, പിന്നെ അയാൾ ഇറങ്ങിയിട്ട് അടുത്ത ആൾ കയറും, പിന്നെ അയാൾ ഇറങ്ങിയിട്ട് അടുത്ത ആൾ, ഇങ്ങനെയാണ് പോയിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അലിയും മർസദ് ഇബ്നു അബി മർസദും അവർ 3 ആളായിരുന്നു ഊഴമനുസരിച്ച് ഒരൊട്ടകപ്പുറത്ത്. അപ്പോൾ ആ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയാണ് അബൂ മർസദ്. രണ്ടാളും ബദറിൽ പങ്കെടുത്ത ആളാണ്. രണ്ടാളും മർസദും അബൂ മർസദും ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വാപ്പ അബൂ മർസദുൽ ഗനവി അദ്ദേഹം ഹിജ്റയുടെ 12 സിറിയയിലാണ് മരണപ്പെടുന്നത്. ഹിജ്റയുടെ 12 അബൂ മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹു ഖുറാസ് ഇബ്നുൽ ഹുസൈൻ ഇബ്നു യർബൂ അൽ ഗനവി ആണ് അദ്ദേഹത്തിൻ്റെ പേര്. വാൻ അബി മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ലാ തുസല്ലു ഇലൽ ഖുബൂർ, ലാ തുസല്ലു നിങ്ങൾ നമസ്കരിക്കരുത്, ഇലൽ ഖുബൂർ ഖബറുകളിലേക്ക് നിങ്ങൾ നമസ്കരിക്കരുത്. വലാ തജ്ലിസു അലൈഹ, ഖബറുകളുടെ മേൽ നിങ്ങൾ ഇരിക്കുകയും ചെയ്യരുത്. റവാഹു മുസ്ലിം,
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ എന്താ ഖബറിലേക്ക് നിസ്കരിക്കരുതെന്നാണ്? ഒരാൾ ഖബറിൻ്റെ അടുത്ത് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുതെന്ന് പറഞ്ഞാൽ ഖബർ കിബിലൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ ഖബറിൻ്റെ വിഷയത്തിൽ ഒരാൾ തീവ്രവാദിയാകും. പിന്നെ ആ ഖബർ പൂജിക്കാൻ തുടങ്ങും, ആരാധിക്കാൻ തുടങ്ങും. ഖബറിന്മേൽ ഇരിക്കരുത്. എന്താ ഖബറിന്മേൽ ഇരുന്ന എന്താ? അത് ഖബറിലുള്ള ആളെ അനാദരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഖബറിന്മേൽ ഇരിക്കുകയും അല്ലെങ്കിൽ ഒരു തീക്കണലിന്മേൽ ഇരിക്കുകയും ആ തീക്കണൽ അയാളുടെ വസ്ത്രത്തെ കത്തിച്ച് പിന്നെ അയാളുടെ തൊലി കരിച്ച് മാംസം കരിച്ച് അങ്ങനെ ആവലാണ് ഒരാൾ ഖബറിന്മേൽ ഇരിക്കണേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഖബറിന്മേൽ ഒരിക്കലും ഇരിക്കാൻ പാടുള്ളതല്ല. ഖബറിന്മേൽ ഇരിക്കരുത്, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിനെ ആദരിച്ച് ഷിർക്കിലേക്ക് പോകാനും പാടുള്ളതല്ല, ഖബറിനെ അനാദരിച്ച് അതിനെ വില കെടുത്താനും പാടുള്ളതല്ല. മനസ്സിലായി? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗുലുവിൻ്റെയും ജഫാൻ്റെയും ഇടയിലാണ്. ഇസ്ലാമിൽ തീവ്രതയും പാടുള്ളതല്ല, ശുഷ്ക സമീപനവും പാടുള്ളതല്ല. ഖബറിനെ ആദരിച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും പാടുള്ളതല്ല, അനാദരിച്ച് അതിന്മേൽ ചവിട്ടി ഇരുന്ന്, മനസ്സിലായില്ലേ, അങ്ങനെ അപമാനിക്കാനും പാടുള്ളതല്ല. ഇരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചവിട്ടാൻ പറ്റുമോ? ചവിട്ടാൻ തീരെയും പാടുള്ളതല്ല. മാത്രമല്ല ചവിട്ടുന്നതിനെ വിരോധിച്ച് ഹദീസ് വേറെ വന്നിട്ടുണ്ട്. طيب وعن أبي مرصد الغنوي قال سمعت رسول الله صلى الله عليه وسلم يقول لا تصلوا إلى القبور ولا تجلسوا عليها رواه مسلم. ഖവ്വാഹുൽ ബുഖാരി, ബുഖാരി അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ഇല്ല, ബുഖാരിയിൽ ഈ ഹദീസില്ല. എനിക്ക് തോന്നുന്നത് ഈ ഹദീസ് ഇമാം ബുഖാരിൻ്റെ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു വാള്യം പുസ്തകമുണ്ട്. ജുസൂൽ ഖിറാ എന്നതിന് പറയാം, ഖിറാത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം അതിലാണ് ഈ ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സഹീൽ ബുഖാരിയിലുണ്ടെങ്കിൽ അതല്ല കൊടുക്കുക, റവാഹുൽ ബുഖാരി എന്നാണ് കൊടുക്കുക. പക്ഷേ പിന്നെ ഹദീസിനെ ഇമാം ബുഖാരി ബലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജുസൂൽ ഖിറായിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.